ഒരു അനുഷ്ഠാനമെന്ന പോലെ എല്ലാവരും, പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിലുള്ളവർ, ലെഫ്റ്റ് വിങ്ങിൻ്റെ കാര്യം പറയുകയും വേണ്ട, വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നു അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നിലവിളി. റൈറ്റ് വിങ്ങിലുള്ളവരെ പോലും ഉണ്ടല്ലോ ഈ സമരത്തെ എതിർക്കുന്നവർ, അവർ പോലും പറയുന്നുണ്ട് വിദ്യാർത്ഥികളെ തല്ലുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എന്താ വിദ്യാർത്ഥികളെ തല്ലുന്നതിനോട് യോജിക്കാത്തത്? വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ലേ? വിദ്യാർത്ഥികളെ എന്താ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? BNSSൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിവാക്കിയിട്ടുണ്ടോ? അവർ തെമ്മാടിത്തരം കാണിച്ചാൽ പോലീസ് കയ്യും കെട്ടി നിൽക്കണമെന്നാണോ? അതോ അവരുടെ തല്ല് കൊള്ളണമെന്നാണോ? എന്താ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകത? അവർക്ക് കൊമ്പുണ്ടോ? അതോ അവർ സ്വർഗത്തിൽ നിന്ന് നൂല് കെട്ടി വന്നതോ? ഞാനുമൊക്കെ ഈ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞു വന്നവനാണ്. പോക്കൃത്തരം കാണിച്ചു കഴിഞ്ഞാൽ അടി കൊടുക്കണം, പിടിച്ച് ജയിലിലിടണം, വിചാരണ ചെയ്യണം. ഇതൊക്കെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിവാകാമെന്നോ? അയാളുടെ മനസ്സിനൊരു വിഷമം തട്ടിയതല്ലേ, അതുകൊണ്ട് എൻ്റെ മനസ്സിന് വിഷമം തട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോലീസിൻ്റെ നേർക്ക് തട്ടിക്കയറുമോ? അത് നാട്ടുകാരുടെ നേർക്ക് തട്ടിക്കയറുകയും തീ വയ്ക്കുകയും ചെയ്യും. എന്നെ ആരും ഒന്നും ചെയ്യരുത്, കാരണം എൻ്റെ മനസ്സിന് വിഷമം തട്ടി. അതുകൊണ്ട് ഞാൻ പരീക്ഷ തോറ്റു. ഇനി ഞാൻ ആണെങ്കിൽ ഞാൻ ജയിച്ചേനെ, ഇന്നായതുകൊണ്ട് ഞാൻ തോറ്റു. ചേടാ, ഇതുപോലത്തെ തെമ്മാടിത്തരം, പോക്കത്തരം ഇതിനൊക്കെ സ്റ്റേറ്റ് നിന്ന് കൊടുക്കണമെന്നാണോ പറയുന്നത്? എന്തിനാ ഇത്ര അപ്പോളജറ്റിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിദ്യാർത്ഥികളെ അങ്ങനെ ചെയ്യരുത്, വിദ്യാർത്ഥികളെ ഇങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യണം? പിന്നെ എടുത്തുകൊണ്ട് നടക്കണോ വിദ്യാർത്ഥികളെ? നിയമത്തിൽ വിദ്യാർത്ഥികൾക്കും ശിക്ഷയുണ്ട്. വിദ്യാർത്ഥികൾ മൈനറായാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ചിട്ട് ശിക്ഷയുണ്ട്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രമേ ക്രിമിനൽ നിയമത്തിൽ നിന്ന് ഭാരതം ഒഴിവാക്കിയിട്ടുള്ളൂ. പക്ഷേ 6 വയസ്സുകാരൻ വലിയൊരു അമ്മിക്കല്ലെടുത്തിട്ട് അവൻ്റെ അമ്മയുടെ തലയിൽ ഇട്ടുവെന്ന് വയ്ക്കുക, അവനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകും, കോടതിയിൽ ഹാജരാക്കും. 6 വയസ്സേ ഉള്ളൂ എന്ന് പറയും, തെളിയിക്കും. പിന്നെ പലവിധ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞിട്ടേ ചെറുക്കനെ തിരിച്ചു കിട്ടുള്ളൂ. പക്ഷേ അതല്ലാത്ത ചില്ലറ കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ, ഹെയ്നസ് ക്രൈം എന്ന് പറയുന്നതിൽ പെടാത്തതാണെങ്കിൽ അവൻ കുട്ടിയാണ്, വിട്ടേക്ക് എന്ന് പറയും. അല്ലാതെ അമ്മിക്കല്ലെടുത്ത് അമ്മയുടെയോ ചേച്ചിയുടെ തലയിലിട്ടിട്ട് എനിക്ക് 7 വയസ്സ് തികഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു നോക്കിക്കേ, വിടില്ല പോലീസുകാർ. ഒരു മനുഷ്യന് ക്രിമിനൽ ലോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അറിയാൻ ശ്രമിക്കാറുമില്ല. വിദ്യാർത്ഥിയാണ് അവന് തല്ലരുത്, എന്ത് കാര്യം? അവൻ്റെ പരീക്ഷയുടെ പേപ്പർ ചോർന്നു, അതുകൊണ്ട് വേറെ പരീക്ഷ നടത്തി, അതുകൊണ്ട് അതിലവൻ പാസ്സായി. പിന്നെ ഇപ്പം എന്ത് ചെയ്യുന്നു? അവൻ കൗൺസിലിംഗ് നടക്കുക, അവൻ ഏത് മെഡിക്കൽ കോളേജിൽ ചേർന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ കുഴപ്പം? അല്ല, അതിൻ്റെ ഒരു പ്രയാസം അവരുടെ ഫാമിലിക്ക് പ്രയാസമൊക്കെ മനസ്സിലായി. അതൊന്നും റോഡിൽ തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് അല്ല. വിദ്യാർത്ഥിയാണ് പോലും, വിദ്യാർത്ഥി. ഞാനിതുപോലത്തെ ഈ നോൺസെൻസ് ഒന്നും എനിക്ക് പിടിക്കാറില്ല. വിദ്യാർത്ഥിയാണ് ആരാണെങ്കിലും നല്ല പൗരനായിരിക്കണം, മര്യാദക്കാരനായിരിക്കണം. ആദ്യം പ്രതിഷേധമൊക്കെ ഞാനും നടത്തിയിട്ടുണ്ട്. ഞാനൊരു കാലത്ത് വിദ്യാർത്ഥിയായിരുന്നു, അത് കഴിഞ്ഞ് ജോലിക്കാരനായിരുന്നു. ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. 28 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ധാർമ്മിക അവകാശം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. വിദ്യാർത്ഥികളുടെ സമരവും സമരാഭാസവും രണ്ടും നടത്തിയവനാണ് ഞാൻ. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്നത്തെ കുസൃതികളൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, തിരുവനന്തപുരത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ആ വടക്കേ ഗേറ്റിനോട് ചേർന്ന് ഒരുപാട് സമരക്കാരുണ്ടാകും. ഞങ്ങൾ അവധി ദിവസങ്ങളിൽ, ചിലപ്പോൾ ക്ലാസ് ഉള്ള ദിവസം തന്നെ ക്ലാസ് നേരത്തെ വിടുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിയിൽ പോവുക, അവിടെ കറങ്ങി നടക്കുക, ചിലപ്പോൾ ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് തിരിച്ചു വരിക. ഇതൊക്കെയാണ് സാധാരണ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോവും. അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കും. അവിടെ ഇങ്ങനെ കട്ടിലൊക്കെ ഇട്ട് സമരം 1165 ദിവസം പാർട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ല. 10 പിള്ളേർ വന്ന് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, ആവേശം, ഞങ്ങൾക്കൊരു നേരം പോക്ക്. ഇതൊക്കെ ചെയ്തവനാണ് ഞാൻ. ഇതിലൊന്നും ഞാൻ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. ഇതൊക്കെ നിർദോഷമായ തമാശകളാണ്. കണ്ടു നിൽക്കുന്ന പോലീസുകാർക്കും അറിയാം ഇവർ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരാണ്, ഒരു തമാശയാണ്, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരും ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കും. ഞങ്ങൾ പോലീസിനെ കല്ലെറിയാൻ പോയിട്ടില്ല, പോലീസ് ഞങ്ങളെ തല്ലിയിട്ടുമില്ല. കല്ലെറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തല്ല് കിട്ടുമായിരുന്നു, അത് ഞങ്ങൾ അർഹിക്കുന്ന തല്ലുമാകുമായിരുന്നു. സത്യമല്ലേ?
ഇത് ഈ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? നിയമവാഴ്ച എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? വിദ്യാർത്ഥിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി വിദ്യാർത്ഥി അല്ലാത്തവനെ തെരഞ്ഞു പിടിച്ച് ചുണ്ണാമ്പ് തൊട്ട് മാറ്റി നിർത്തിയിട്ട് തല്ലാൻ പറ്റുമോ പോലീസിന്? നിങ്ങളൊരൊറ്റ കാര്യം എന്നോട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ 2-3 തവണയായിട്ട് ഇത് പറയുന്നു. ബാരിക്കേഡിനുള്ളിൽ കടന്ന പിള്ളേരെ മാത്രമല്ല, പിള്ളേരോ ആരും വാങ്ങിക്കോട്ടെ, ബാരിക്കേഡിനുള്ളിൽ കടന്നവരെയാണ് പോലീസ് തല്ലിയത്. ബാരിക്കേഡിന് പുറത്ത് ഇപ്പോഴും പോലീസ് തല്ല് മേടിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിന് ഇന്ന് കോടതിയിൽ ഗോപാൽ ശങ്കർ നാരായണൻ, സുപ്രീം കോടതിയിലെ സീനിയർ വക്കീലാണ് ഗോപാൽ ശങ്കർ നാരായണൻ, ഝണാരവത്തോടെ വാദിക്കുകയാണ്. പോലീസുകാർക്ക് നെയിം ബാഡ്ജ് ഇല്ല, അതുകൊണ്ട് പേര് പറയാൻ നിർവാഹമില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ പേര് പറയുമായിരുന്നു. ഒരാളുടെ പേരേ കിട്ടിയുള്ളൂ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അയാളെ കോടതി ഇപ്പം തന്നെ വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കണം. എനിക്കറിയില്ല, ഗോപാലോ ശങ്കരനാരായണോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ മജിസ്ട്രേറ്റ് കോടതിയോ അതോ പോലീസ് സ്റ്റേഷനോ? എങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസിൽ നിങ്ങൾ കുറ്റാരോപനാണ് എന്ന് പറയുന്ന ആളിനെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വിളിച്ചു വരുത്തി വിചാരണ ചെയ്യുന്നത്? വാട്ട് സോർട്ട് ഓഫ് ലോ ഈസ് ഗോയിങ് ഓൺ മിസ്റ്റർ ശങ്കരനാരായൺ? You are a senior advocate of Supreme Court. I am challenging you. In what capacity, under what law you are asking the court to summon that police officer? Under what law? What is going on in this country? And the judges are quietly listening to this nonsense. നിയമവാഴ്ചയാൽ റൂൾ ഓഫ് ലോ. വേർ ഈസ് റൂൾ ഓഫ് ലോ? നിങ്ങൾ കുറച്ച് പേര്, ഗോപാൽ ശങ്കർ നാരായണൻ, ഗോപാൽ സുബ്രഹ്മണ്യം, കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, ഇവരൊക്കെ തീരുമാനിക്കുന്നതാണോ നിയമം? ഞങ്ങളുമൊക്കെ നിയമം പഠിച്ചിട്ടുണ്ട്, സാധാരണ മനുഷ്യർക്ക് നിയമം അറിയാം. നിങ്ങൾ കോട്ടുവിട്ട് ജഡ്ജിമാരെ വിറപ്പിച്ചിട്ട് ഓരോ ഓർഡർ വാങ്ങാൻ നോക്കരുത്. യു ആർ ഡ്രൈവിംഗ് ദിസ് കൺട്രി ഇൻ ടു അനാർക്കി ബൈ യുവർ വെർബൽ ഡയറിയ ഇൻസൈഡ് ദ കോർട്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? വെറുതെ വാദമടിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയോ പണ്ടാരോ ഒന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഇടയ്ക്കൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൺ ചെയ്തു. എൻ്റെ റിമോട്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ചാനൽ മാറ്റാൻ പറ്റുന്നില്ല. ഇരിക്കുന്ന ചാനൽ റിപ്പോർട്ടർ ചാനലാണ്, പെട്ടുപോയി അതിനകത്ത്. എനിക്ക് റിപ്പോർട്ടർ ചാനലിനോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല, എന്നിട്ടും അവർ പ്രവർത്തിക്കുന്നു. സെക്യൂരിറ്റിയെപ്പറ്റി കേന്ദ്ര സർക്കാരിന് ഒരു ബോധവും ഇല്ല, ആർക്കും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. സന്തോഷമായിട്ട് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നു. പിന്നെ എനിക്കാണോ സൂക്കേട്? ലാൻഡിങ് ചാനലെന്നോ അങ്ങനെ എന്തോ പറയുന്നപ്പം ഏതായാലും വെച്ചപ്പോൾ കണ്ടത് റിപ്പോർട്ടർ ചാനലാണ്. ഇത് റിമോട്ട് കേടായതുകൊണ്ട് മാറ്റാനും പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആവേശം കൊണ്ട് നെഞ്ച് പൊട്ടുകയാണ് 2 പേര്. ഒന്ന് PR സുനിൽ, അയാൾ ഡൽഹിയിലാണ്. ഒന്ന് മാധു, ഇവിടെ സ്റ്റുഡിയോയിൽ. 2 പേരും ആവേശം കൊണ്ട് കലികേറി അങ്ങോട്ട് നിൽക്കുക. ഞാൻ നോക്കുമ്പോഴല്ലോ ആദ്യത്തെ ഡയലോഗ് ഞാൻ കേൾക്കുന്നത് PR സുനിലാണ്. ഇവിടെ നോക്കൂ മാധു, ഇവിടെ ആകെ 3 ചാനൽ ക്യാമറകളേ ഉള്ളൂ, 3 എണ്ണമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. അപ്പം മാധു ചോദിക്കുന്നു, അപ്പം ഈ ദൃശ്യം നാട്ടുകാർ കാണണ്ട, ജനം കാണണ്ട, ഇന്ത്യ കാണണ്ട എന്നാണ് അല്ലേ? സംഭവം എന്താണെന്നറിയാമോ? നേരം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കുറേ MP-മാരെയും കൂട്ടി ഒരു ബസ്സും എടുത്തിട്ട് എങ്ങോട്ടെന്നില്ലാതെ അങ്ങ് ഇറങ്ങി. എന്ത് ചെയ്യുമെന്ന് പറ. ആദ്യം പറഞ്ഞു രാജ്ഘട്ടിൽ പോവുകയാണ്, മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ. അപ്പോൾ രാജ്ഘട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ അമിത്ഷായുടെ വീട്, ചീഫ് ജസ്റ്റിസിൻ്റെ വീട്. ഇതൊക്കെ PR സുനിൽ പറഞ്ഞതാണ് കേട്ടോ. ഞാനിവരുടെ ഒന്നും വീട് കണ്ടിട്ടില്ല. PR സുനിലിന് അതൊക്കെ നന്നായിട്ടറിയാം. കുറേ കാലം ഇദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഇന്ന് ഈ ബസ് പോകും എന്നൊക്കെ പറഞ്ഞ് PR സുനിൽ ഇങ്ങനെ ആവേശത്തോടെ നിൽക്കും. ഈ ബസ് ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അമിത്ഷാ ഇറങ്ങി വന്ന് തടയുമല്ലോ. അപ്പോൾ അമിത്ഷായുടെ കുടവേറിലൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ ബസ് കയറി ഇറങ്ങും. ആ കാഴ്ച ഓർത്തപ്പം തന്നെ PR സുനിലിന് രോമാഞ്ച കഞ്ചുക. മാധു തുള്ളിച്ചാടുന്നു. ഇപ്പം ഇടിച്ച് താഴെ ഇടൂടാ അമിത്ഷായെ. ബസ് അവിടെ പോയില്ല. അതിന് തൊട്ടപ്പുറത്ത് ജസ്റ്റിസ് സൂര്യകാന്ത്, അങ്ങേരുടെ പുറത്തുകൂടെ വണ്ടി കയറ്റി ഇറക്കേണ്ടത് തന്നെയാണ് ഇല്ലേ? അത് 2 പേരും പ്രതീക്ഷിച്ചു. അമിത്ഷായെ കിട്ടിയില്ലെങ്കിൽ സൂര്യകാന്തിനെങ്കിലും ഇടിച്ചിടാമെന്ന് വിചാരിച്ചു. രാഹുൽ ഗാന്ധി 2 പേരുടെയും കണക്കൂട്ടിൽ തെറ്റിച്ചു. വണ്ടി ഇടത്തേക്കോ മറ്റോ വെട്ടിച്ചു.
അപ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഘട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ മുഴുവൻ PR സുനിൽ സൈന്യം എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി? ഇച്ചിരി ഗമയിരിക്കട്ടെ എന്ന്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ. രാഹുൽ ഗാന്ധിക്ക് കാവലായിട്ട് സൈന്യം. സൈന്യത്തിന് വേറെ പണിയില്ല, പോലീസുകാരാണ്. പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RAF എന്നൊക്കെ പറയും. CRPF ചിലപ്പോൾ ഉണ്ടാകാം. ഇവരെയൊക്കെ പട്ടാളം എന്ന് വിളിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അത് റിപ്പോർട്ടർ ചാനലിനോട് തന്നെ ചോദിക്കണം. മാധുവാണെങ്കിൽ അങ്ങ് നിന്ന് വിറയ്ക്കുന്നു. ഇപ്പം അങ്ങോട്ട് ഈ ഷോ കഴിയുമ്പോഴുണ്ടല്ലോ, മാധു സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് മാറിയിട്ട് ആ സാരിയൊക്കെ എടുത്ത് കുത്തി മുടിയൊക്കെ കെട്ടിയിട്ട് ഒരു തുള്ളൽ തുല്ലോ കാണിച്ച് തരാടാ നരേന്ദ്രമോദി നിന്നെ. ഒരു ശൂലമൊക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ താരി തരിത്ത ജം തത്തരി തരിത്ത ജം എന്ന് പറഞ്ഞ ദുർഗയുടെയൊക്കെ ഡാൻസില്ലേ, അതുപോലെ ദുർഗാദേവിയുടെ ഡാൻസുകൾ. എന്തൊരു കഷ്ടമാണ്. എന്തിനാണ് ഇവർ? സത്യം ഞാൻ നിങ്ങളോട് പറയാം, എന്താണ് മീഡിയ അവിടെ ഇല്ലാതിരുന്നത്? ഇവരുടെ 1-2 ചാനലേ ഉള്ളൂ, ബാക്കിയുള്ളവരില്ല. കാര്യം എന്താ? അവരെ തല്ലി ഓടിച്ചു എന്ന്. കോക്രോച്ച് ജനതാ പാർട്ടിയും കോൺഗ്രസും വഴിയെ പോയവനൊക്കെ കൂടെ അവരെ കൈകാര്യം ചെയ്തു. ടൈംസ് നൗവിൻ്റെ റിപ്പോർട്ടറെ തല്ലി, ABPയുടെ റിപ്പോർട്ടറെ തല്ലി. ചേട്ടാ, ഇത് നിങ്ങളാരും അറിഞ്ഞില്ലേ? മാധു ഇതൊന്നും അറിഞ്ഞില്ലേ? അതോ അവരൊന്നും ചാനലുകാരല്ലേ? ഞാൻ അവർ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞ് അവർ വന്ന് അവരെ തല്ലും. അവരെ നേരത്തെ തന്നെ തല്ലി വശകേടാക്കി എല്ലാവരും കൂടെ അടിച്ചു ഓടിച്ചു അവരെ. കോക്രോച്ച് ജനതാ പാർട്ടിയിൽ തന്നെ വിവരമുള്ളവർ പറഞ്ഞു, ഇത്രയും തല്ലിയത് മതിയടാ, ഇനി വിട്ടേക്ക് എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്നറിയാമോ? ഗോദി മീഡിയ, മോദിയുടെ മടിയിലിരിക്കുന്ന ഗോദി മീഡിയയാണ് ഓർഡറ എന്ന് പറഞ്ഞിട്ടാണ് തല്ല്. ഒരാൾക്കൂട്ടത്തിൽ തല്ല് മേടിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പിന്നെ അടുത്ത ആൾക്കൂട്ടത്തിലേക്ക് പോയി തല വെച്ച് കൊടുക്കണം. ഈ സാധനം ഇതൊന്ന് റിപ്പോർട്ടർ ചാനലിൽ മാധു ഒന്ന് കാണിക്കാമോ മാധു? ഇങ്ങനെ TV-ക്കാരെ തല്ലി എന്നൊന്ന് വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഒരു സ്ക്രോളെങ്കിലും റിപ്പോർട്ടർ ചാനൽ സ്ക്രീനിൽ കൂടെ വിടുക സാധിക്കുമോ? സാധിക്കില്ല. നിങ്ങളാണ് ഭൂലോക കള്ളത്തരം കാണിക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, മറ്റ് ചാനലിൽ ആരും തന്നെ മീഡിയയ്ക്ക് തല്ല് കിട്ടിയത് പറഞ്ഞില്ല. എന്നിട്ട് ഗോദി മീഡിയ, നാണമില്ല നിങ്ങൾക്കൊക്കെ? ഇത്രയ്ക്ക് ഡിസോണസ്റ്റ് ആകാമോ മാധു? ഇതാണോ പത്രപ്രവർത്തനം? കഷ്ടം. അതുപോട്ടെ, ഞാൻ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി. സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴുണ്ടല്ലോ, കഷ്ടിച്ച് ഒരു 1-1.5 മാസം പ്രായമുള്ള കൊച്ചുമായിട്ട് ആ തിരക്കിൽ ഒരമ്മ നിൽക്കുന്നു. റീലുണ്ടാക്കുക, റീല്. അതോ യൂട്യൂബിൽ കാശല്ലേ, യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുമല്ലോ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങളെന്താ ഈ കൊച്ചുമായിട്ട് എന്നൊക്കെ. ഇത് പ്രീ അറേഞ്ച്ഡ് ഡ്രാമയാണ് കേട്ടോ. ഇതറിയാവുന്നവൻ തന്നെയാണ് ചോദിക്കുന്നത്, കാരണം എല്ലാപ്പോഴും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകൻ അവൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് ചെറുപ്പം മുതൽ അവനറിയണം. എൻ്റെ ദൈവമേ, ആ ഉണ്ടക്കണ്ണും തുറിച്ച് ആ കൊച്ച് പേടിച്ചിങ്ങനെ നോക്കുക 4 പാടും. അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നുള്ളൊരു സേഫ്റ്റി മാത്രമേ അതിനുള്ളൂ. ഭയങ്കര ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തിൽ ആ കൊച്ചിന് ശ്വാസം മുട്ടും. അതിനെന്തെങ്കിലും സംഭവിച്ചൊരു കൊച്ച് മരിച്ചു പോയെന്ന് വെച്ചോ, ഉടനെ നരേന്ദ്രമോദി ഇടപെടലേക്ക് 1.5 മാസം പ്രായമുള്ള കുട്ടിയെ കൊന്ന നരാധമൻ. മോദിയുടെ ഫോട്ടോ ഇറങ്ങും, കയ്യിൽ നിറച്ച് ചോരയായിട്ട്. 1.5 വയസ്സുള്ള കുട്ടിയുടെ ചോര പുരണ്ട കൈകൾ, കുഞ്ഞിക്കൈകൾ അതിൻ്റെ എന്താ ശ്വാസം നിലച്ചു പോയതിൻ്റെ ഉത്തരവാദിത്വം അത്ര നല്ല കാര്യമല്ല എന്ന് നമ്മുടെ മമ്മൂട്ടി എഴുതിയിടും ഫേസ്ബുക്കിൽ. ഇംഗ്ലീഷിൽ എഴുതിയിടും, കാരണം അവിടെ കാണണമല്ലോ. മലയാളത്തിൽ എഴുതിയാലും ഇവിടെയല്ലേ കാണുമോ? എൻ്റെ മമ്മൂട്ടിക്ക എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത് എനിക്കറിയില്ല. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, ബട്ട് സ്റ്റിൽ യു റൈറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫാഷൻ. ഐ നെവർ തോട്ട് യു വിൽ ഗോ ബൈ ദ ക്രൗഡ്. നിങ്ങൾ ക്രൗഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സ്റ്റിൽ യു ആർ എ പെർഫോമർ, ബട്ട് യു ഫെൽറ്റ് ലൈക്ക് ജോയിനിങ് ദ ക്രൗഡ് ആൻഡ് ബി വൺ എമംഗ് ദ ക്രൗഡ് who are just cursing Narendra Modi for nothing. Tell us plainly, what is your grouse with Narendra Modi? Tell us. അപ്പോൾ വിദ്യാർത്ഥികളെ തല്ലണ്ടേ മമ്മൂട്ടി ഒരു കാലത്ത് വിദ്യാർത്ഥി ആയിരുന്നല്ലോ, എറണാകുളം മഹാരാജാസ് കോളേജിലോ ഒക്കെ ഇല്ലേ? അന്ന് എന്തായിരുന്നു ബഹളം?
ഓർമ്മയില്ലേ? അന്ന് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി പഠിക്കുന്ന കാലത്താണ് ഈ എറണാകുളത്ത് നഗ്നയോട്ടം നടന്നത് ആദ്യമായിട്ട്. ലോ കോളേജിലെ സ്റ്റുഡൻസാണ്. ഈ ഓടിയവരിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ബാച്ചിൽ മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യാവസ്ഥ അറിയില്ല. ബട്ട് സ്റ്റിൽ മമ്മൂട്ടി ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഞാനും കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയും കണ്ടിട്ടുണ്ട്, ഇതും ഇതിലപ്പുറവും കണ്ടിട്ടുണ്ട്. തുണി അഴിച്ചുള്ള തുള്ളലൊക്കെ നമ്മൾ അന്നും കണ്ടിട്ടുണ്ട് ഇല്ലേ? അന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ദൂരം തുണിയില്ലാതെ ഓടുകയും അവിടെ മുണ്ടുമായിട്ട് നിന്നിട്ട് ഇവരെ മുണ്ടിൽ പൊതിഞ്ഞെടുക്കുകയുമായിരുന്നു. ഐ നോ ദാറ്റ് വാട്ട് ഹാപ്പൻ ഓൺ ദാറ്റ് ഡേ. അതിൽ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ നാട്ടുകാർ തല്ലും. അന്നത്തെ ഒരു ആവേശത്തിന് ചെയ്തതാണ്. ഒരു കുസൃതിയായിരുന്നു കൂട്ടിക്കോ. ബട്ട് ഇറ്റ് ഈസ് എ ക്രൈം. ഇറ്റ് ഈസ് എ ക്രൈം. അന്ന് നിങ്ങളുടെ പേരിൽ കേസൊന്നും എടുത്തില്ല. കാരണം ഈ പെട്ടെന്ന് സെക്കൻഡുകളിൽ നടന്ന ഒരു സംഭവമാണ്. ഏതായാലും ഇരിക്കട്ടെ, പിള്ളേരിങ്ങനെയൊക്കെ കാണിക്കും. ബട്ട് അതിനപ്പുറത്തേക്ക് പോക്രിത്തരം കാണിച്ചു തുടങ്ങിയാൽ എന്തു ചെയ്യും? പോലീസുകാരനെ തല്ലുന്നു. പോലീസുകാർക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷനുണ്ട്, അവർക്ക് പ്രൊവിഷനുണ്ട്. ഇതുപോലത്തെ റയറ്റസ് സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ ബാഡ്ജ് എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യും. ഇതാർക്കാ അറിഞ്ഞുകൂടാത്ത? ഈ നാട്ടിലെ മാർക്സിസ്റ്റുകാർ മുഴുവൻ പോലീസുകാരെ ടാർഗറ്റ് ചെയ്യുന്നില്ലേ? ആ ശേഖരൻപിള്ള നോയിക്കോ, പെൻഷൻ മേടിക്കില്ല പറയാറില്ലേ? ചിലരെയൊക്കെ ചെയ്യാറുമുണ്ട് ഇല്ലേ? പോലീസുകാർക്ക് ഒരു കുഞ്ഞും കുട്ടിയും കുടുംബവും ഒക്കെ ഉണ്ട്. അവരെ പ്രൊഫൈൽ ചെയ്യുക, ഇൻസ്റ്റയിൽ നിന്ന് അവരുടെ അഡ്രസ്സ് എങ്ങനെയോ തപ്പിയെടുക്കുക, അവരെ ചീത്ത പറയുക, അവരുടെ മക്കളെ ചീത്ത പറയുക. എന്ത് പരിപാടിയാണ്? ഇതിനൊക്കെ മമ്മൂട്ടി കൂട്ടുനിൽക്കാൻ പോവാണോ? നിന്ന് കഴിഞ്ഞു കേട്ടോ. You have already, by one sentence, you have identified yourself with these anti-social elements who are branding themselves as students. You should not have done, which pain me too much. I know നിങ്ങൾ പത്മഭൂഷൺ കിട്ടിയ മനുഷ്യനാണ്. I am so sad that I am making this statement against you. A time has come that we have to call this bluff, Mammootty. I am very sorry. ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് ഇത് പറയുക. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ, പെൺകുട്ടികളാണ്, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുകയില്ല, അകത്ത് ടീഷർട്ട് പോലെ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മുകളിൽ നിന്നാണ്, നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ച് മുഖവും കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. ബാക്കി മുഴുവൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കോ, നെഞ്ച് കാണുന്നു. ഇവർ തന്നെ പരിസ്ഥിതിവാദികളായിട്ടിറങ്ങും, എന്നിട്ട് മരത്തെ കെട്ടിപ്പിടിക്കും, അപ്പോഴും ക്യാമറ ഇങ്ങനെ. ഇവർ തന്നെ മൃഗസ്നേഹികളായിട്ടിറങ്ങും, പട്ടിയെ തലോടും, അപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് ക്യാമറ ഇവിടുന്ന്. വാട്ട് എ നോൺസെൻസ്. ഇതൊക്കെ വിദ്യാർത്ഥികൾ, അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കയറിയകത്തെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വിടണം. വേണ്ടേ? കാർന്നവന്മാരായി എന്നെയും മമ്മൂട്ടിയെയും പോലുള്ളവർ ചെയ്യേണ്ടത് ഒറ്റ അടി വെച്ച് കൊടുത്ത് കയറിയകത്ത് എന്ന് പറയണം. ഈ പെൺപിള്ളേരുടെയൊക്കെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. എന്നിട്ട് തെറി പറയും. എൻ്റെ ദൈവമേ, എന്തൊരു തെറി, എന്തൊരു തെറി. മമ്മൂട്ടി ഒന്ന് എടുത്തു നോക്കണം പ്ലീസ്. ലിസൺ ടു ദാറ്റ്. യു വിൽ നോട്ട് അറ്റ് ദിസ് ഏജ്. ഇറ്റ് ഈസ് മമ്മൂട്ടിക്ക് സഹിക്കാൻ പറ്റില്ല ആ തെറി. എന്തൊരു കഷ്ടം. അത് കഴിഞ്ഞിട്ട് വേറൊരു പെങ്കൊച്ച്, മോദിക്കോ ഗോലിമാറോ, തട്ടിക്കളയുന്നു. ഗോലിമാറോ മോദിക്കോ, വേറെ സൊല്യൂഷനൊന്നുമില്ല. എന്തിനാ അല്ല, അത് അയാൾ എന്ത് ചെയ്തു എന്നാണ്, ഇതാണ് ചോദ്യം. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, പക്ഷേ അത് കൊലപാതകത്തിനുള്ള ആഹ്വാനമാണ്, കൊലപാതകത്തിനുള്ള ഇൻറ്റൻഷനാണ്. കൊച്ചുകുട്ടിയാണെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെടും. 3 വർഷം ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോയി താമസിപ്പിക്കും പെങ്കൊച്ചിനെ. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അല്ല, കൊച്ചു പിള്ളേർക്ക് എന്തും പറയാമെന്നാണോ നിങ്ങളുടെ വിചാരം? നോ, ഇറ്റ് ഈസ് നോട്ട് അലൗഡ്.
ഇനി അടുത്തത് അല്പ അശ്ലീലമാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം. മേരെ സിർ മേ ദർദ് ഹൈ, മോദി നാ മർദ് ഹൈ. എനിക്ക് തലവേദനയുണ്ട്, മോദി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പ്രാസം വരാനായിട്ട് മേരെ സിർ മേ ദർദ് ഹൈ, മോദി നാ മർദ് ഹൈ. എൻ്റെ തലയിലെ വേദന അതിങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെ അശ്ലീലമായ അർത്ഥം എന്താണെന്നറിയാം? എൻ്റെ തലയിലെ വേദന മാറാനായിട്ട് ഞാൻ മോദിയുടെ അടുത്ത് പോയി. മോദി ഇമ്പോർട്ടൻ്റ് ആണ്, തലവേദന ഇപ്പോഴും മാറിയിട്ടില്ല. ചുറ്റും നിൽക്കുന്ന പയ്യന്മാർ കൂവി വിളിക്കുന്നു. ഒരുത്തൻ പറയുന്നു, തലവേദന ഞാൻ മാറ്റിത്തരാം എന്ന് പറയും. വിദ്യാർത്ഥിയെ തുടരുത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ വലിയ ബഹുമാനിക്കുന്ന ആളാണ് മുരളി മനോഹർ ജോഷി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു, വിദ്യാർത്ഥികളെ ഇങ്ങനെ കൈകാര്യം ചെയ്ത്. എങ്ങനെ കൈകാര്യം? कैसा करना जोशी साहब बताइए. आप बहुत पुराने बुजुर्ग हैं, बहुत इज्जत करते हैं हम आपके. आपका जो भारत यात्रा था एक ज़माने में 1991 आई थिंक, यू हैड दैट कन्याकुमारी से कश्मीर यात्रा. I accompanied it for a few kilometers. I was in Gujarat when your यात्रा went through Gujarat. आपका बहुत इज्जत करते हैं हम, लेकिन आपने ऐसा लिखा है कि बुरा बर्ताव नहीं करना चाहिए. क्या किया साहब? ये आप नहीं दिखते हैं? ये वीडियो नहीं दिखता आपको? खाली पुलिस वाले मारते हैं वही दिखता है आपको, या गिने चुने वीडियोस को ये आपको दिखाते हैं? ठीक नहीं है साहब, जोशी जी, ठीक नहीं है. जो आपने जो लिखा है ठीक नहीं है. എനിക്ക് മനസ്സിലാവാത്തത് ഈ ടെററിസ്റ്റുകളെ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ ഒരു സ്ക്രീൻ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം പോലീസ് ഓഫീസറെ ഇവർ തിരിച്ചറിയരുത് ചോദ്യം ചെയ്യുന്ന ആളിനെ. ഇവർ പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് ജാമ്യം കിട്ടിയെന്ന് വയ്ക്കുക. ഈ പോലീസ് ഓഫീസറുടെ വീട്ടിൽ പോയിട്ട് നിരത്തി പിടിച്ച ആ കുടുംബത്തെ വെടിവെച്ച് കൊല്ലുന്നു. വാട്ട് വിൽ യു ഡു? തമാശകളിയല്ല. നിങ്ങൾ ഈ എല്ലാം നിങ്ങൾക്ക് മനുഷ്യാവകാശത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല, പോലീസുകാരുടെ ദൃഷ്ടിയിൽ നോക്കൂ. എന്തെല്ലാം പോക്രിത്തരമാണ് കാണിക്കുന്നത്. പോലീസിൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ പോലീസിന് അവകാശമുണ്ട്. പോലീസ് വേഷത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യക്ഷപ്പെടുന്നു, അത് ക്രൈമാണ്. നോ, ആൾമാറാട്ടമാണത്. ഈ എന്താ റയറ്റ് ഗിയർ എന്ന് പറയും, കല്ലൊക്കെ എറിഞ്ഞാൽ കൊള്ളാത്ത രീതിയിലുള്ള കുപ്പായം, അത് വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളത് ഉപയോഗിച്ച് പൊതുസ്ഥലത്ത് കാണപ്പെടരുത്. അത് പോലീസുകാർക്കുള്ളതാണ്. അത് ധരിച്ച് വിദ്യാർത്ഥികൾ വരുന്നു. എന്തു ചെയ്യണം അവരെ? എന്നിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാരിക്കേഡിനുള്ളിൽ മാത്രമേ പോലീസ് തല്ലിയിട്ടുള്ളൂ. ബാരിക്കേഡിന് പുറത്ത് പോലീസുകാർ തല്ലുകൊള്ളുകയാണ്, ഇപ്പോഴും തല്ലുകൊള്ളുകയാണ് ചെയ്യുന്നത്. കഷ്ടമാണ്. സർക്കാർ ശാന്തരായിട്ടിരിക്കുന്നു. എന്തായിരിക്കും കാരണം? സർക്കാർ ശാന്തരായിട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അമിത്ഷാ സ്ഥലത്തുണ്ടായിരുന്നില്ല. 19-ാം തീയതി രാത്രിയോ അല്ലെങ്കിൽ 20-ാം തീയതി രാവിലെയോ ആണ് അദ്ദേഹം വന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, അദ്ദേഹം ലോക്സഭയിൽ വന്നില്ല. ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം വന്നു, പക്ഷേ ലോക്സഭയിൽ വന്നില്ല. തിങ്കളാഴ്ച വന്നില്ല, ചൊവ്വാഴ്ച വന്നില്ല, ബുധനാഴ്ച വന്നില്ല, വ്യാഴാഴ്ച വന്നില്ല. വ്യാഴാഴ്ച വൈകുന്നേരം മുണ്ടും ജുബ്ബയുമായിട്ട്, മുണ്ട് എന്ന് പറഞ്ഞാൽ വേഷ്ടി, അവരുടെ ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ ചുറ്റുന്ന വേഷ്ടി, അപൂർവമായിട്ട് അമിത്ഷായെ ആ വേഷത്തിൽ കാണാൻ പറ്റുള്ളൂ. ആ വേഷത്തിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നു. അതേസമയം ലോക്സഭയൊക്കെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. വൈകുന്നേരം സന്ധ്യയായപ്പോഴാണ് ലോക്സഭയിലെ ഓഫീസിലേക്ക് വീണ്ടും അമിത്ഷാ വരുന്നത്. ഒന്നും അറിഞ്ഞുകൂടാന്നാണോ നിങ്ങളുടെ വിചാരം? ഇവരിതൊന്നും അറിയുന്നില്ല, കാണുന്നില്ല എന്നാണ്. ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഓരോ പോലീസുകാരൻ്റെയും തോക്കിൻ്റെ അറ്റത്തുണ്ട്. തോളത്തിങ്ങനെ തോക്ക് കിടക്കില്ല.
അതിൻ്റെ അറ്റത്ത് ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറുള്ള ക്യാമറയുണ്ട്. ഈ പറഞ്ഞ നാടകങ്ങളുടെ മുഴുവൻ ഫോട്ടോയും വീഡിയോയും പോലീസിൻ്റെ കയ്യിലുണ്ട്. ഈ പിള്ളേർ കിടന്ന് തുള്ളുന്നില്ലേ, നാളെ വിഷമിക്കും, പാസ്പോർട്ട് കിട്ടില്ല, എല്ലാത്തിൻ്റെയും പേരിൽ FIR ഉണ്ടാവും, വിളിപ്പിക്കും. നിങ്ങൾ UP-കാരനായിരിക്കാം, ഹരിയാനയിലായിരിക്കാം, കേരളത്തിലെ ആളായിരിക്കാം, എന്തുമായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഡൽഹി പോലീസിൻ്റെ ഒരു നോട്ടീസ് വരും, ഡൽഹിയിൽ ഹാജരാവാൻ പറയും. തമാശയല്ല മക്കളെ ഞാനീ പറയുന്നത്. സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരു മനുഷ്യനെന്നുള്ളതിൽ ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ഭാവി കൊണ്ടുപോയി തൊലയ്ക്കരുത്. ഈ ആന്തോളൻ ജീവികൾക്ക് ഇവർക്കിത് തന്നെയാണ് പണി. നാരായ തക്ബീർ അല്ലാഹു അക്ബർ. മമ്മൂട്ടി കേട്ടിരുന്നോ ഈ മുദ്രാവാക്യം? കേൾക്കണം. ഇതുണ്ടായിരുന്നു, നാരായ തക്ബീർ അല്ലാഹു അക്ബർ. എന്താ ഇതിൻ്റെ അർത്ഥം? എന്തിനാ മുദ്രാവാക്യം വിളിക്കുന്നത്? വിദ്യാർത്ഥികളാ ആണോ? വിദ്യാർത്ഥികളാണെന്ന് മമ്മൂട്ടിക്ക് തോന്നുന്നുണ്ടോ? आपको क्या लगता है मुरली मनोहर जोशी जी, नाराए तकबीर अल्लाह अकबर ये नारा क्यों गूंजता है इस भीड़ में? क्या मतलब है इसका? आपको तो सोचना चाहिए था. अच्छा ठीक है, आपको बोलना था, आपने बोल दिया, मैं क्या करूं. മോദി വെയിറ്റ് ചെയ്യണം. എൻ്റെ നാട്ടിൻപുറത്ത് ഒരു പപ്പുണ്ണി വൈദ്യരുണ്ടായിരുന്നു. അന്ന് സർക്കാർ ആശുപത്രി ഒരു 3 കിലോമീറ്റർ ഒരു കായലുമൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയുണ്ട്. ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് ആരും ആശുപത്രി പോകാറില്ല. ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്നർത്ഥം. രാഘവനെ ആശുപത്രി കൊണ്ടുപോയി, അയ്യോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ കരച്ചിൽ തുടങ്ങും. ആശുപത്രി എന്ന് പറഞ്ഞാൽ അവസാനം പ്രാണം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇയാളെ എടുത്തൊരു വള്ളത്തെ കയറ്റിയിട്ട് 1.5 മണിക്കൂർ വള്ളം ഊന്നിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലും. പിന്നെ അവിടെ നിന്നൊരു 10-200 മീറ്റർ ചുമക്കണം, എങ്കിലേ ആശുപത്രിയാവുള്ളൂ. ബാക്കി പപ്പുണ്ണി വൈദ്യരുടെ അടുത്താണ് ഏകദേശം ചികിത്സയൊക്കെ. പപ്പുണ്ണി വൈദ്യരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കയ്യിൽ എന്തെങ്കിലും കുരുവോ പരുവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പഴുത്ത് നാശമാകുന്നവരെ പപ്പുണ്ണി വൈദ്യർ ഇത് പൊട്ടിക്കുകയില്ല, പൊട്ടിക്കരുതെന്ന് നമ്മളോടും പറയും. നമ്മളിതെങ്ങനെയെങ്കിലും ഇതൊന്ന് പൊട്ടിച്ചാൽ മതി, അയ്യോ എന്നൊക്കെ പറഞ്ഞു പപ്പുണ്ണി വൈദ്യർ പൊട്ടിക്കില്ല. അതിൻ്റെ സമയമാകുമ്പോൾ ചിലതൊക്കെ തന്നെത്താനെ പൊട്ടും, ചിലത് പപ്പുണ്ണി വൈദ്യർ സമയത്ത് പൊട്ടിക്കും. മനസ്സിലായി? അതുപോലെ ഈ സമരം ചിലപ്പോൾ തന്നെത്താനെ പൊട്ടിപ്പോവും, ചിലപ്പോൾ പപ്പുണ്ണി വൈദ്യർ ഇടപെട്ട് പൊട്ടിച്ചു എന്നും വരും. ഇതിലെന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. നമുക്ക് കാത്തിരിക്കാം, മറ്റെന്ത് ചെയ്യും. താങ്ക് യു.